പൂർണ്ണ ഇൻഫോടെക്കിന്റെ ടാലി പ്രൈം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ കുറിച്ചിട്ടാണ്. അതായത് GST പറഞ്ഞാൽ എന്താ, ആ GST എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുക, അപ്പോൾ GST നമ്മുടെ വൗച്ചറിൽ വരുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ഫീച്ചേഴ്സ് എനേബിൾ ചെയ്ത് വെക്കണം, അതിനകത്ത് എന്തൊക്കെ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്ത് വെക്കണം, ഇവയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു കമ്പനി ഗവൺമെന്റിന് കൊടുക്കാനുള്ള GST ലയബിലിറ്റീസിനെ ട്രാക്ക് ചെയ്യാനും അത് പേ ചെയ്യാനും മാനേജ് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ്. GST പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് വന്നിട്ട് ഇൻട്രാ സ്റ്റേറ്റും, അതായത് വിത്തിൻ ദ സ്റ്റേറ്റും, രണ്ടാമത്തെ വന്നത് ഇന്റർ സ്റ്റേറ്റും, അതായത് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റും. ഇങ്ങനെ രണ്ട് GST ആണ് ഉള്ളത്. ഇൻട്രാ സ്റ്റേറ്റിൽ വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് GST പറയുന്നത് CGSTയും അതുപോലെ തന്നെ SGSTയും, അതായത് സെൻട്രൽ GSTയും സ്റ്റേറ്റ് GSTയും ആണ്. അതേസമയം ഇന്റർ സ്റ്റേറ്റിൽ വരുന്ന GST എന്ന് പറയുന്നത് IGST ആണ്, അതായത് ഇന്റഗ്രേറ്റഡ് GST ആണ്. ഇപ്പം നമുക്ക് മെയിനായിട്ട് മൂന്ന് ടൈപ്പ് GST ആണ് ഉള്ളത്, അതായത് CGST, SGST ആൻഡ് IGST. ഇനി ഈ ഒരു GST എനേബിൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. GST എനേബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം കമ്പനി ഫീച്ചേഴ്സിലോട്ട് പോവാം. അപ്പം അതിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് F11 ആണ്. ഇതിനകത്ത് ടാക്സേഷൻ പറഞ്ഞ ആ ഒരു ഇതിൻ്റെ അണ്ടറിൽ എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതായത് GST. അപ്പോൾ അത് നമുക്ക് എസ് ആക്കി കൊടുക്കാം. അത് നമ്മൾ എസ് ആക്കി കൊടുക്കുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് നമ്മുടെ GST രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. നമ്മൾ GST രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കും നമ്മുടെ കമ്പനി ഏത് സ്റ്റേറ്റിലാണ്. അപ്പോൾ നമ്മുടെ കമ്പനി കേരളയാണ്. പിന്നെ രജിസ്ട്രേഷൻ ടൈപ്പ് എന്താണ്, റെഗുലർ ആണോ, കോമ്പോസിഷൻ ആണോ, അതുപോലെ റെഗുലർ സെസ് ആണെന്നോ. അപ്പോൾ അത് നമ്മൾ റെഗുലർ ആണ് കൊടുക്കേണ്ടത്. പിന്നെ അസസ് ഓഫ് അതർ ടെറിട്ടറി, നമ്മൾ അതർ ടെറിട്ടറിയുമായിട്ടുള്ള അസസ് ഉണ്ടോ ചോദിക്കും. അപ്പം നമ്മൾക്ക് നോ ആക്കി കൊടുക്കാം. പിന്നെ വരുന്നത് GST ഇൻ അല്ലെങ്കിൽ UIN നമ്പറാണ്. അപ്പോൾ GST നമ്പർ പറയുന്നത് ഒരു 15 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ അതാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ കമ്പനിക്ക് ഓരോ GST നമ്പർ ഗവൺമെൻറ് തന്നിട്ടുണ്ടാകും. അപ്പോൾ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഫേക്ക് ആയിട്ടുള്ള ഒരു നമ്പറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 15 ഡിജിറ്റ് നമ്പർ കൊടുക്കാം. ഞാനൊരു ഫേക്ക് ആയിട്ടുള്ള നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് GST നമ്പർ കറക്റ്റായിട്ട് അറിയെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ ഇവിടെ നിന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എറർ അടിക്കും, കാരണം ഇതുപോലെ ഇങ്ങനെ ഒരു GST ഉണ്ടാവില്ല. കണ്ടോ, ദ കമ്പനി GST ഇൻ ഓർ UIN പ്രൊവൈഡഡ് ഈസ് ഇൻവാലിഡ് ഓർ ഇൻകംപ്ലീറ്റ്. അപ്പോൾ നമുക്കത് കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്ത് വിടാം. പിന്നെ ഇതിൻ്റെ പീരീഡ് വന്നിട്ട് മന്ത്ലി ആണോ ക്വാർട്ടർലി ആണോ ചോദിക്കും. അത് നമ്മുടെ കമ്പനിയിലെ അടിസ്ഥാനത്തിൽ ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ളതും നമുക്ക് കൊടുക്കണ്ട. പിന്നെ ബിൽ വന്നിട്ട് തൽക്കാലം എസ് ആക്കി കൊടുക്കാം. ഇത്രയും കൊടുത്തതിന് ശേഷം എസ് സേവ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്, സെറ്റ് ഓർ ഓൾട്ടർ കമ്പനി GST റേറ്റ് ആൻഡ് അതർ ഡീറ്റെയിൽസ്. അതും എസ് ആക്കി കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിക്കാം. അപ്പം നമുക്ക് വേറെ ഒരു പേജ് പോലെ വരും. അതിൽ GST റേറ്റും അതർ ഡീറ്റെയിൽസും ആണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ HSN SAC ആൻഡ് റിലേറ്റഡ് ഡീറ്റെയിൽസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊരു കോഡാണ്. HSN SAC പറയുന്നത് കോഡാണ്. അപ്പോൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു സ്റ്റേറ്റ് എടുത്താൽ തന്നെ അതിൻ്റെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ പ്രൊഡക്റ്റിന് പല പേരുകളായിരിക്കും വരാം. ഇപ്പോൾ കേരളത്തിൽ സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പാലക്കാടിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ നെയിം വന്നിട്ട് കാസർഗോഡ് പോയി കഴിഞ്ഞാൽ വേറൊരു നെയിം ആയിരിക്കും വരിക. പക്ഷേ ഇങ്ങനെ പേര് മാറുന്നത് കൊണ്ട് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഗവൺമെൻറ് വന്നിട്ട് ഓരോ പ്രൊഡക്റ്റിനും ഓരോ കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോഡാണ് നമ്മളിവിടെ HSN അല്ലെങ്കിൽ SAC കോഡിൽ കൊടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു എക്സാമ്പിളായി പറയാണ്. ഇപ്പോൾ നമ്മുടെ ഗോവ പറയുന്നുണ്ട് ഓരോ സ്റ്റേറ്റിലും ഓരോ ഡിസ്ട്രിക്റ്റിലും ചിലവിടെ കൊയ്യാക്ക പറയും, ചിലവിടെ പേരക്ക എന്ന് പറയും. അങ്ങനെ പല പേരുകൾ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ അതിനൊരു കോഡ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കോഡ് തന്നെയായിരിക്കും. പേര് പലതാണെങ്കിലും കോഡ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കൊടുക്കുക, കോഡ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നോ ഡിഫൈൻ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കോഡ് കൊടുക്കുന്നില്ല, കാരണം നമുക്ക് ഒരു പ്രൊഡക്റ്റ് മാത്രമായിരിക്കുമല്ലോ, ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യണ്ടാവും. അപ്പോൾ ഒറ്റ പ്രൊഡക്റ്റിൻ്റെ കോഡുമായിട്ട് നമുക്കിവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നോ ഡിഫൈൻഡ് തന്നെ കൊടുക്കാം.
അഥവാ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നോട്ട് ഡിഫൈൻഡിന് നമുക്ക് സ്പെസിഫൈ ഡീറ്റെയിൽസ് ഹിയർന്ന് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ആ കോഡ് എന്താണോ അതിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ കോഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പേര് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ സെറ്റ്, ഇപ്പോൾ ടേബിൾ ആണെങ്കിൽ ടേബിളിനോ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇത് ഒരൊറ്റ പ്രൊഡക്റ്റിൻ്റെ കൊടുക്കാൻ പറ്റുള്ളൂ. ഒറ്റ പ്രൊഡക്റ്റ് മാത്രം വെക്കുന്നവരാണെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ നോട്ട് ഡിഫൈൻഡ് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെയാണ് നമ്മുടെ GST റേറ്റും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടത്. ഇപ്പോൾ GST പറയുന്നത് നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. ഇൻട്രസ്റ്റേറ്റും IGSTയും CGSTയും SGSTയും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് GST റേറ്റ് ഡീറ്റെയിൽസ് നമ്മൾ സ്പെസിഫൈ ഡീറ്റെയിൽസ് ഹിയർ പറഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കമ്പനി എല്ലാ പ്രൊഡക്ട്സിനും സെയിം GST തന്നെയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ, സെയിം GST തന്നെയാണ് അല്ലെങ്കിൽ വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്കതിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഓരോ ഐറ്റം, ഇപ്പോൾ ഇൻവെൻട്രി ഉള്ള ഒരു കമ്പനിയാണ് വെച്ചോ, ഇപ്പോൾ ഇൻവെൻട്രിയിൽ ഓരോ ഐറ്റത്തിനും ഓരോ GST ആയിരിക്കും. അത് മാറ്റി മാറ്റി നമുക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ സ്റ്റോക്ക് ഐറ്റത്തിൽ പോയിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ഇവിടെ ഏത് GST ആണോ കൊടുക്കുന്നത്, അപ്പോൾ ഒരു GST ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എല്ലാവരുടെയും സെയിം ആ ഒരു GST ആയിരിക്കും എടുക്കാം. അപ്പോൾ ഞാനിവിടെ ടാക്സബിലിറ്റി ടൈപ്പ് പറയുന്നത് ടാക്സബിൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി IGST റേറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സർവീസിനോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഗുഡ്സിൻ്റെ ടാക്സ് എത്രയും നമ്മൾ വാങ്ങിക്കുന്നത് വെച്ചാൽ അത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 12% കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ രണ്ടും CGST 6 SGST 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വരും. ഇനി ചിലവർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ക്രീനിനകത്ത് IGST മാത്രം കാണാൻ കഴിയുള്ളൂ, ബാക്കി 2 GST കാണാൻ കഴിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കോൺഫിഗറേഷൻ പേജിലോട്ട് പോവുക, അതായത് F12 പ്രസ് ചെയ്യാം. ഇതിനകത്ത് പ്രൊവൈഡ് ബ്രേക്കപ്പ് ഓഫ് ടാക്സ് റേറ്റ് യെസ് ആക്കി കൊടുത്താൽ മതി. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചപ്പോൾ ഞാനിവിടെ നോ ആക്കി കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യണം. അപ്പോൾ കണ്ടോ, ഇവിടെ GST റേറ്റ് മാത്രമേ കാണുള്ളൂ. ആ IGST ആണോ CGST ആണോ SGST ആണോ അവിടെ ഡിവൈഡ് ചെയ്ത് കാണിക്കില്ല. നിങ്ങൾക്ക് അത് ഡിവൈഡ് ചെയ്ത് കാണണമെങ്കിൽ വീണ്ടും കോൺഫിഗറേഷനിൽ പോയിട്ട് പ്രൊവൈഡ് ബ്രേക്കപ്പ് ഓഫ് ടാക്സ് റേറ്റ് യെസ് ആക്കി കൊടുത്താൽ മതി. അപ്പം നമുക്ക് 3 GST ഇവിടെ കാണാൻ കഴിയും. അപ്പം ഇത്രയും കൊടുക്കാം. എന്നിട്ട് എഫക്റ്റീവ് ഡേറ്റ്, ഏത് ഡേറ്റ് മുതൽ ഇത് എഫക്റ്റ് ആവണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ത്രഷോൾഡ് ലിമിറ്റ് ഉണ്ടാവും. ഇൻട്രസ്റ്റേറ്റിന് എത്ര ത്രഷോൾഡ് ലിമിറ്റ് ആണ്, അത് എത്ര എമൗണ്ടിന് മേലെ വന്നാലാണ് അവർക്ക് GST അപ്ലൈ ചെയ്യേണ്ടത്. അത് ഇൻട്രസ്റ്റേറ്റിൻ്റെയും ഉണ്ട് ഇൻട്രാസ്റ്റേറ്റിൻ്റെയും ഉണ്ട്. അത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒന്നും സെറ്റ് ചെയ്യുന്നില്ല, അത് അങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. ഇവിടെ ആക്സെപ്റ്റ് മാസ്റ്റർ ആൻഡ് അപ്ഡേറ്റ് GST സ്റ്റാറ്റസ് ഓഫ് വൗച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് യു സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ GST ഫീച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഷെയറിംഗ് ഈസ് കെയറിംഗ്. നൂറിൻ ഇൻഫോടെക്കിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ 3 GST ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റിൽ പോവാം, ലെഡ്ജർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം IGST പറഞ്ഞ GST ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. IGST. അപ്പോൾ IGST ഏതിൻ്റെ അണ്ടറിലാണ് വരിക വെച്ചാൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൻ്റെ അണ്ടറിലാണ് വരിക. അപ്പോൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഒരു ടാക്സ് പറയുന്നത് GST സെലക്ട് ചെയ്ത് കൊടുക്കാം. ടാക്സ് ടൈപ്പ് പറയുന്നത് നമ്മളിവിടെ ലെഡ്ജറിൻ്റെ പേര് എന്താണോ കൊടുത്തത് ആ GST ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. IGST കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. നെക്സ്റ്റ് CGST ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ CGST കൊടുക്കാം, എൻ്റർ അടിക്കാം. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് തന്നെയാണ്, അതേഴ്സ് GST എടുക്കാം. ടൈപ്പ് പറയുന്നത് CGST കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ കൊടുക്കുന്നത് SGST ആണ്. SGSTയിൽ സ്റ്റേറ്റും വരും, അതുപോലെ യൂണിയൻ ടെറിട്ടറീസും വരും. GST സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ SGSTയും വരും, UTGSTയും വരും. UT മീൻസ് യൂണിയൻ ടെറിട്ടറി എന്നാണ് അർത്ഥം. സേവ് ചെയ്യാം. നമ്മൾ 3 ടാക്സ് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് പർച്ചേസ് അക്കൗണ്ടും അതുപോലെ സെയിൽസ് അക്കൗണ്ടാണ്. അപ്പോൾ അതും ലെഡ്ജറിനകത്താണ് വരുന്നത്. അപ്പോൾ ഇവിടെ പർച്ചേസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് GST റേറ്റ് ആൻഡ് റിലേറ്റഡ് ഡീറ്റെയിൽസ് ഉണ്ട്. അത് വന്നിട്ട്
ആസ് പെർ കമ്പനി ഗ്രൂപ്പ് കണ്ട് കൊടുക്കാം. അതുപോലെ ഇവിടെ GST അപ്ലിക്കബിലിറ്റി അപ്ലിക്കബിൾ എന്ന് കൊടുക്കാം. ചിലപ്പോൾ നോട്ട് അപ്ലിക്കബിൾ എന്ന് കിടക്കുന്നുണ്ടാവും. അതിന് നമ്മൾ മാറ്റിയിട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കാം. പിന്നെ GST റേറ്റ് ആസ് പെർ കമ്പനി ഗ്രൂപ്പ് എടുക്കാം. അല്ലെങ്കിൽ നമുക്കിവിടെ റേറ്റ് മാറ്റി കൊടുക്കണമെങ്കിൽ സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഹിയർ കൊടുക്കാം. അപ്പോൾ നമ്മൾ തൽക്കാലം മാറ്റി കൊടുക്കണ്ട. ആസ് പെർ കമ്പനി ഗ്രൂപ്പ് നമ്മളവിടെ 12% സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഇവിടെ സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടൈപ്പ് ഓഫ് സപ്ലൈ പറയുന്നത് ഗുഡ്സ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം സേവ് ചെയ്യാം. അതുപോലെ സെയിൽസിൽ അതുപോലെ തന്നെ ചെയ്യാം. GST അപ്ലിക്കബിലിറ്റി അപ്ലിക്കബിൾ ആണോ നോക്കാം. അതുപോലെ GST റേറ്റ് ആൻഡ് റിലേറ്റഡ് ഡീറ്റെയിൽസ് ആസ് പെർ കമ്പനി ഗ്രൂപ്പ് കൊടുക്കാം. അതുപോലെ സപ്ലൈ ഓഫ് ടൈപ്പ് ഓഫ് സപ്ലൈ പറയുന്നത് ഗുഡ്സിലാക്കി കൊടുക്കാം. അവിടെ സേവ് ചെയ്യാം. ഇനി നമ്മളൊരു പർച്ചേസ് ചെയ്ത സാധനം റിട്ടേൺ ചെയ്യണമെങ്കിൽ നമ്മൾ പർച്ചേസ് റിട്ടേൺ പറഞ്ഞ ലെഡ്ജറാണ് കൊടുക്കേണ്ടത്. അതുപോലെ സെയിൽ ചെയ്ത സാധനം നമുക്ക് റിട്ടേൺ വരികയാണെങ്കിൽ സെയിൽസ് റിട്ടേൺ പറഞ്ഞതിലാണ് കൊടുക്കേണ്ടത്. അത് നമ്മൾ റിജക്ഷൻ ഇന്ന് ഔട്ടൊക്കെ ചെയ്യുന്നില്ല. അതിന് മുമ്പ് നമ്മളൊരു ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടൊക്കെ അടിക്കും. അതിനകത്താണ് ലെഡ്ജർ അക്കൗണ്ട് പറയുന്നത് പർച്ചേസിന് കൊടുക്കരുത്, പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ സെയിൽസിനകത്ത് സെയിൽസിന് കൊടുക്കരുത്, സെയിൽസ് റിട്ടേൺ വെച്ചിട്ട് വേണം കൊടുക്കാൻ. അത് നമ്മൾ പുതിയ 2 ലെഡ്ജർ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം, പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും. അപ്പം അതിനകത്തും നമ്മുടെ GST ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് പാർട്ടി അക്കൗണ്ട്സിലാണ്, പാർട്ടി ലെഡ്ജർ അക്കൗണ്ട്സിലാണ് GST സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പുതിയ പാർട്ടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റിൽ ലെഡ്ജറിൽ ഇപ്പോൾ ABC പ്രൈവറ്റ് ലിമിറ്റഡ് പറഞ്ഞിട്ടൊരു പാർട്ടി കൊടുക്കാം. അപ്പോൾ അതിന് സൺഡ്രൈ ക്രെഡിറ്റേഴ്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ മെയിൻറ്റെയിൻ ബിൽ വൈസ് ബില്ല് തൽക്കാലം ഞാൻ നോ ആക്കി കൊടുക്കേണ്ടത്, എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നതായിട്ടാണ്. അപ്പോൾ ഇവിടെ ടാക്സ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് പാൻ നമ്പർ വേണമെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ ആയിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഡെപ്റ്റർ അല്ലെങ്കിൽ ക്രെഡിറ്ററിൻ്റെ GST നമ്പർ അറിയെങ്കിൽ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ സെറ്റർ ഓൾട്ടർ അഡീഷണൽ GST ഡീറ്റെയിൽസ് യെസ് ആക്കി കൊടുക്കാം. സേവ് ചെയ്യാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ GST സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റിൽ പോവാം, സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു മോണിറ്റർ കൊടുക്കാം. അപ്പോൾ LG മോണിറ്ററിന് കൊടുക്കുന്നുണ്ട്. എൻ്റർ ചെയ്യാം. അപ്പോൾ അണ്ടർ പറയുന്നത് നമുക്ക് ഒരു മോണിറ്റർ ഗ്രൂപ്പിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മോണിറ്റർ. എൻ്റർ ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് GST സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് ഒരു സ്റ്റോക്ക് ഗ്രൂപ്പിന് ഇത്ര GST ഇവിടെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നില്ല, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കാറ്റഗറി തൽക്കാലം നോട്ട് അപ്ലിക്കബിൾ കൊടുക്കാം. യൂണിറ്റ് വന്നിട്ട് നമ്പറാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ നമുക്ക് GST അപ്ലിക്കബിലിറ്റി അപ്ലിക്കബിൾ എന്ന് കൊടുക്കാം. അതുപോലെ GST റേറ്റ് മറ്റേ കോഡ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ GST റേറ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് LG മോണിറ്റർ പറയുമ്പോൾ ആ ഒരു മോണിറ്ററിന് നമുക്ക് വേറെ ടാക്സ് ആയിരിക്കും, അത് ഓരോ ഐറ്റത്തിനും ഓരോ ടാക്സ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ LG മോണിറ്ററിന് ഒരു 12% ടാക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ CGSTയും SGSTയും അതിൻ്റെ ഹാഫായി വന്നോളും. ടൈപ്പ് ഓഫ് സപ്ലൈ എപ്പോഴും ഗുഡ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് സേവ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് GST വൗച്ചർ അടിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ടത്. അതായത് ആദ്യം 3 GST ലെഡ്ജസ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ സെയിൽസ് അക്കൗണ്ടും പർച്ചേസ് അക്കൗണ്ടിനകത്തും GST സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ പാർട്ടി അക്കൗണ്ട്സിനകത്തും GST സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്റ്റോക്ക് ഐറ്റത്തിന് ഇപ്പോൾ ഓരോ സ്റ്റോക്കിനും ഡിഫറെൻറ്റ് GST ആയതുകൊണ്ട് നമ്മുടെ ഓരോ സ്റ്റോക്കിനും അതിനനുസരിച്ചുള്ള GST സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ നൂറിൻ ഇൻഫോടെക്കിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് വൗച്ചർ അടിക്കാം.
അതിന് വേണ്ടിയിട്ട് വൗച്ചേഴ്സ് സെലക്ട് ചെയ്യാം. വൗച്ചേഴ്സിനകത്ത് ഇപ്പോൾ ഞാൻ പർച്ചേസാണ് തൽക്കാലം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പർച്ചേസിന് അണ്ടറിൽ സപ്ലയർ ഇൻവോയ്സ് നമ്പർ നമ്മൾ ആസ് യൂഷ്വൽ കൊടുക്കുന്ന പോലെ കൊടുക്കാം. അതുപോലെ പാർട്ടി അക്കൗണ്ട് നെയിം വരെ നമ്മൾ ABC ലിമിറ്റഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. റെസിപ്റ്റ് നോട്ട് ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കാം. അതുപോലെ പാർട്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. അതിനുശേഷം പർച്ചേസ് ലെഡ്ജർ ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്, ഏതെടുക്കുന്നത് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പർച്ചേസാണ് സെലക്ട് ചെയ്യുന്നത്. നെയിം ഓഫ് ദ ഐറ്റം പറയുന്നത് ഏതെങ്കിലും ഒരു ഐറ്റം സെലക്ട് ചെയ്യുക. നമ്മൾ ഏത് ഐറ്റത്തിനാണോ GST സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഐറ്റമാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ LG മോണിറ്ററാണ് സെലക്ട് ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ GST സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ പർച്ചേസ് ചെയ്യണം അത് കൊടുക്കാം. അപ്പോൾ 10 കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1,20,000 ആണ് നമ്മൾ ടോട്ടൽ എമൗണ്ട് വരുന്നത്. എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുത്തിട്ട് എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ നിന്ന് 2 എൻ്റർ അടിക്കാം. ഒരു എൻ്റർ, രണ്ടാമത്തെ എൻ്റർ. ഇവിടെയാണ് നമ്മൾ GST കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ IGST അല്ല എടുക്കുന്നത്, CGSTയും SGSTയുമാണ് എടുക്കുന്നത്. അപ്പോൾ CGST സെലക്ട് ചെയ്യാം. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും നമ്മൾ 12% ആണ് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ 6% CGSTയും അതുപോലെ 6% SGSTയും എടുത്തിട്ട് ടോട്ടൽ 12% ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ CGST പറയുന്നത് ഈ 1,20,000 6% ആണ് എടുക്കുന്നത്, അതായത് 7,200. ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം. എന്നിട്ട് SGST എടുക്കാം. SGST എടുത്തു കഴിഞ്ഞാലും അവിടെയും 6% ഓഫ് 1,20,000 ആണ് വരുന്നത്. അപ്പോൾ 7,200. അപ്പോൾ നമ്മൾ അവിടെ എത്ര 12% ആണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 12%നെ നമ്മൾ CGSTക്ക് 6%, അതുപോലെ SGSTക്ക് 6% ആയിട്ട് ഡിവൈഡ് ചെയ്ത് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ CGSTയും SGSTയും വന്നിട്ട് വൗച്ചേഴ്സിൻ്റെ അണ്ടറിൽ കൊണ്ടുവരുന്നത്. ജസ്റ്റ് എൻ്റർ അടിക്കാൻ. ആസ് യൂഷ്വൽ നമ്മൾ സേവ് ചെയ്യുന്ന പോലെ സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് ആണ്. അതായത് നമ്മളുടെ കേരളത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ടുള്ള പർച്ചേസ് തന്നെയാണ് നടന്നത്. ഇനി നമ്മൾ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിനകത്ത് GST എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സാധനം കേരളത്തിൻ്റെ പുറത്തുനിന്ന്, അതായത് തമിഴ്നാടോ അതുപോലെ ഏതെങ്കിലും വേറെ സ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് എങ്ങനെ GST കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ലെഡ്ജർ പാർട്ടി എടുത്തിട്ട് അവരുടെ സ്റ്റേറ്റ് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഓൾട്ടറിനകത്ത് ലെഡ്ജർ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ ABC പ്രൈവറ്റ് ലിമിറ്റഡിനെ, ഇപ്പോൾ അവരുടെ സ്റ്റേറ്റ് പറയുന്നത് കേരളയാണ്. സപ്പോസ് നമ്മൾ വരുന്നത് തമിഴ്നാട് എന്ന് ആക്കി കഴിഞ്ഞാൽ ആ ഒരു GST എങ്ങനെ വരുന്നത് നോക്കാം. ഞാനിവിടെ കേരളം മാറ്റി അവര് തമിഴ്നാട് എന്ന് ആക്കുന്നുണ്ട്. എഫക്റ്റീവ് ഡേറ്റ് കൊടുക്കാം. ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ABC പ്രൈവറ്റ് ലിമിറ്റഡ് പറയുന്ന ആ ഒരു പാർട്ടീനെ തമിഴ്നാട്ടിലത്തെ പാർട്ടിയായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് വൗച്ചർ അടിക്കാം. വൗച്ചേഴ്സിനകത്ത് ഞാൻ പർച്ചേസ് തന്നെയാണ് അവരുടെ അടുത്ത് ചെയ്യുന്നത്. അപ്പോൾ പർച്ചേസ് സെലക്ട് ചെയ്യാം. അതിനകത്ത് ഇൻവോയ്സ് നമ്പർ ഒന്ന് കൊടുക്കാം. ഡേറ്റ്, പാർട്ടി അക്കൗണ്ട് നെയിം പറയുന്നത് ഞാൻ ABC പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് എടുക്കുന്നത്. അതുപോലെ പർച്ചേസ് ലെഡ്ജർ വന്നിട്ട് പർച്ചേസ്, അപ്പോൾ LG മോണിറ്റേഴ്സിന് നമുക്ക് പർച്ചേസ് ചെയ്യാം. ക്വാണ്ടിറ്റി പറയുന്നത് 2 കൊടുക്കുന്നുണ്ട്. എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കാം. എൻ്റർ അടിച്ചിട്ട് ഒരു എൻ്ററും കൂടി അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ GST സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻ്റർ സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് CGSTയും SGSTയും നമുക്ക് ആവശ്യമില്ല. ടോട്ടൽ IGST ആണ് എടുക്കേണ്ടത്. അതായത് 6% വേണ്ടി നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ടോട്ടൽ 12% IGST ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ IGST കൊടുക്കാം. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഈ 24,000 12% ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. അത് 2,880. സപ്പോസ് നമ്മളിവിടെ CGST എടുത്ത് നോക്കി കഴിഞ്ഞാൽ CGST എടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 6% അവിടെ കാണിക്കും, പക്ഷേ ആ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരില്ല. കാരണം എന്താണ്, നമ്മൾ ABC പ്രൈവറ്റ് ലിമിറ്റഡ് പറയുന്നത് തമിഴ്നാട് സ്റ്റേറ്റിലുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ അത് ഇൻ്റർ സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് ആ ഒരു CGST നമുക്കവിടെ കാൽക്കുലേഷൻ വരാത്തത്. അതുപോലെ SGST എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു കാൽക്കുലേഷൻ വരില്ല. എൻ്റർ ചെയ്താൽ അവിടെ 6% വരുള്ളൂ. അതേസമയം ഇത് നമ്മൾ ഈ കേരളത്തിലുള്ള പാർട്ടി തന്നെയാണ് അവൻ്റെ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ SGSTയും CGSTയും കാൽക്കുലേറ്റ് ചെയ്ത് വരും, പക്ഷേ IGST കാൽക്കുലേറ്റ് ചെയ്ത് വരില്ല.
അപ്പോൾ ഇതാണ് ഇൻഡർസ്റ്റേറ്റിൻ്റെയും ഇൻട്രാസ്റ്റേറ്റിൻ്റെയും വരുന്ന ഡിഫറൻസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഡർസ്റ്റേറ്റിൽ, അതായത് ഇൻ്റഗ്രേറ്റഡ് GST കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. സെൻറ്റർ അടിക്കാം. ബിൽ വൈസ് അക്കൗണ്ട് നെയിം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു സ്ക്രീന് വന്നത്. ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാം. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. ഇന്നത്തെ ക്ലാസ്സിൻ്റെ സമ്മറി നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ കുറിച്ചിട്ടാണ്. GST വന്നിട്ട് 2 ടൈപ്പ് ഉണ്ട്, ഇൻട്രാ GST അതുപോലെ ഇന്റർ GST. അതിനെ തന്നെ ഫർദറായി ഡിവൈഡ് ചെയ്തിട്ട് 3 GST ആണ് ഇപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ളത്. ഒന്ന് സെൻട്രൽ GST, പിന്നെ സ്റ്റേറ്റ് GST, പിന്നെ ഇൻ്റഗ്രേറ്റഡ് GST. പിന്നെ ഇതിനകത്ത് നമ്മൾ പഠിച്ചത് GST എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്ന്, അതായത് കമ്പനി ഫീച്ചേഴ്സിനകത്ത് GST എങ്ങനെ സെറ്റ് ചെയ്യാം, അതുപോലെ ഒരു കമ്പനിയുടെ GST രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എങ്ങനെ കൊടുക്കാം എന്നാണ് പഠിച്ചത്. പിന്നെ നമ്മൾ ഓരോ പാർട്ടി ലെഡ്ജേഴ്സും അതുപോലെ തന്നെ പുതിയ IGST, CGST, SGST വരുന്ന ലെഡ്ജേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചത് നമ്മുടെ സ്റ്റോക്ക് ഐറ്റത്ത് എങ്ങനെ GST സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ പാർട്ടി ലെഡ്ജേഴ്സിനകത്ത് GST എങ്ങനെ സെറ്റ് ചെയ്യാം, അതുപോലെ നമ്മുടെ സെയിൽസ് അക്കൗണ്ട് അതുപോലെ പർച്ചേസ് അക്കൗണ്ടിനകത്തൊക്കെ GST എങ്ങനെ സെറ്റ് ചെയ്താൽ പഠിച്ചു. പിന്നെ ഈ സെറ്റ് ചെയ്ത് നമ്മൾ GST യൂസ് ചെയ്തിട്ട് വൗച്ചർ അടിക്കുകയാണ് ചെയ്തത്. ഇൻഫോടെക്കിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.